ഈ കേസിന്റെ ആദ്യ നാൾ വഴികളിൽ രാംലീല സിനിമയൊക്കെ ഇറങ്ങിയ കാലത്ത് എഴുതിയൊരു ഒരു കഥയാണ്. കഥയുടെ പേര് സഹനടനം. ഇലക്ഷനാണ്, അതും സെലിബ്രിറ്റി വോട്ടാണ്. പാഴാക്കരുത്. വോട്ടിടൽ ഷോ കൃത്യം 11:10 ആരംഭിക്കും. രാമലീല ചിത്ര പ്രദർശനത്തിന് ശേഷം ഉള്ളൊഴുക്ക് അളക്കുന്നതായിരിക്കും. പ്രസവം പബ്ലിക്കാക്കിയതിൽ മുഖ്യസ്ഥാനം വഹിച്ച പഴയ നടിയെയും പുതിയ നടിയെയും ആദരിക്കുന്ന ചടങ്ങ് ആദ്യം നടക്കും. പൊന്നാടയും കയ്യിലേന്തിയ മഹാനടൻ പഴയ സിനിമാ തിയേറ്ററിലേക്ക് വീണ്ടും നടന്നു. ആദരവ് നൽകുന്നത് മഹാനായ അദ്ദേഹം തന്നെയാണ്. മുമ്പ് ഒരാൾ ഒരു പെണ്ണിനെ വസ്ത്രാക്ഷേപം ചെയ്തിട്ടുണ്ടല്ലോ. എന്തായിരുന്നു അവരുടെ പേര്? മറന്നു. അവിടെ പാഞ്ചാലി സ്വയംവരം എന്ന സിനിമ പ്ലേ ചെയ്യുകയാണ്. എല്ലാവരും വോട്ട് ചെയ്ത് മടങ്ങിപ്പോകരുത്. അതിവൈകാരിക സിനിമകൾ നിങ്ങളെ കാത്തിരിപ്പാണ്, കണ്ടിട്ടേ പോകാവൂ. അനൗൺസ്മെന്റ് മുഴങ്ങി. ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സ് മാത്രം ഒന്നുകൂടി പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞ് മറ്റൊരു നടി കൈയുയർത്തി. അവർക്ക് അതിപ്പോഴും മനസ്സിലായിട്ടില്ലത്രേ. ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സ് ഇപ്പോഴും മനസ്സിലാകാത്ത നടിമാരുണ്ട്. അവരെ തന്നെ പ്രസിഡന്റ് ആക്കുകയാണ് ബുദ്ധി എന്ന് ഇടവേളയിൽ പുറത്തുപോയ വില്ലൻ നടൻ ആത്മകഥവും നടത്തി. വോട്ടും വോട്ടെണ്ണലും വ്യത്യസ്തമായിരുന്നു. ആദ്യ ദിവസം നായകനും നായികയും കൈകൊടുത്ത് പരസ്പരം പിരിയുന്നിടത്ത് കഥ അവസാനിച്ചു. റിസൾട്ട് വന്നു. പ്രസിഡന്റും സെക്രട്ടറിയുമായി 2 സ്ത്രീകൾ. പാഞ്ചാലി സ്വയംവരം കണ്ടുറങ്ങിയ നായകന്റെ ഭാര്യയുടെ ഉറക്കം പതിയെ പതിയെ മരിക്കുകയാണ്. അതിന് മനഃപൂർവ്വം അല്ലെങ്കിലും കാരണക്കാരനായത് നായകനായ തന്റെ ഭർത്താവാണല്ലോ എന്ന് കരുതി അവർ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറായി കുഴഞ്ഞു വീഴുകയാണ്. 3 ദിവസമായി അവരുടെ തുണിക്കട തുറന്നിട്ട്. സഹനടനാണ് താങ്ങിപ്പിടിച്ചിരിക്കുന്നത്. നായകൻ കടന്നു വന്നാൽ സീൻ മൊത്തം മോശമാകും. അയാൾ അധിനിവേശം വെച്ച് പൊറുപ്പിക്കുകയില്ല. ഇന്ന് എന്തായിരിക്കും ക്ലൈമാക്സ് എന്ന് പ്രസിഡന്റിന് അറിയണം. തകർന്ന തിയേറ്ററിനുള്ളിലെ ഒഴിഞ്ഞ കസേരകളിൽ ഒന്നിൽ അവൻ വിയർത്ത് കുളിച്ചിരുന്നു. മാസ്ക് ധരിച്ച ഒരു പ്രൊജക്ഷനിസ്റ്റ് നിഴലുകളിൽ നിന്നിറങ്ങി വന്നു. നിങ്ങൾ അടുത്തെത്തിയിരിക്കുന്നു, അയാൾ മന്ത്രിച്ചു. ഫൈനൽ കട്ട് എന്നടയാളപ്പെടുത്തിയ ഫിലിം റീൽ പെട്ടി അയാൾ സംവിധായകനെ ചൂണ്ടിക്കാട്ടി. അതിൽ ഇന്നത്തെ തീയതി ഉണ്ടായിരുന്നു. സഹനടൻ വേഗം തിരികെ പോയി. അല്പനേരത്തിനുള്ളിൽ തന്നെ സ്ക്രീൻ തെളിഞ്ഞു. സംവിധായകൻ എന്തോ ഓർത്ത് സീറ്റിൽ ഒന്നുകൂടി അമർന്നിരുന്നു. ഷോ സൂൺ. ടൈറ്റിലും ഇന്റർവെല്ലും പെട്ടെന്ന് തന്നെ കടന്നുപോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അതേ സീനുകൾ, അതേ ഡയലോഗുകൾ, അതേ BGM. വിരസതയുടെ നെടുനീളൻ രംഗങ്ങളിലൂടെ കടന്ന് അവസാന സീനിലേക്ക് സിനിമ പാഞ്ഞെടുത്തു. മുന്നിലെ സ്ക്രീനിൽ വലിയ